ശരി, ഭാരതാംബയുടെ ചിത്രം ഉൾപ്പെടുത്തിയ പോസ്റ്റർ പിൻവലിക്കുന്നു CPI. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ അയ്യപ്പൻ. അറബിക്കടലിൽ തീപിടിച്ച കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട നാവികരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടും. പൊള്ളലേറ്റ ചൈനീസ് പൗരന്മാരുടെ അതീവ ഗുരുതരമായി തുടരുകയാണ്. പുക ശ്വസിച്ച 4 പേരുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. മറ്റ് നാവികരെ മംഗലാപുരത്തെ ഹോട്ടലിലേക്ക് മാറ്റി. അതേസമയം തീപിടിച്ച ചരക്ക് കപ്പലിനെ മുഴുവനായും തീ വിഴുങ്ങിയെന്ന് കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. തീ അണയ്ക്കാനുള്ള ശ്രമം ഊർജിതമാണ്. കൊച്ചിയിൽ നിന്ന് ഡോണിയർ വിമാനങ്ങൾ ഉടൻ സ്ഥലത്തെത്തും. കാണാതായ 4 ജീവനക്കാർക്കായി തിരച്ചിലും തുടരുകയാണ്. വിവരങ്ങളുമായി നിഷ ദിലീപും അനഘയും ഒപ്പം ചേരും. കൊച്ചിയിൽ നിന്ന് നിഷ, കോഴിക്കോട് നിന്ന് അനഘ. നിഷ, ഇതിപ്പോൾ ഈ കപ്പൽ പൂർണ്ണമായും കത്തി നശിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഒരു വീണ്ടെടുപ്പ് അസാധ്യമാണ് എന്നുറപ്പാണ്. എന്നാൽ ഈ തീ എങ്ങനെയും ഒന്ന് അണയ്ക്കുക എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട ഡോണിയർ വിമാനങ്ങൾ ഉടൻ സ്ഥലത്തെത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പുതിയ വിവരങ്ങൾ കൃഷ്ണരാജ്, വിവിധ ഘട്ടങ്ങളായി തിരിച്ചാണ് രക്ഷാദൗത്യം നടക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടത് ഈ 4 പേരെ കാണാതായിട്ടുണ്ട്. ഈ 4 പേർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കൃഷ്ണരാജ് പറഞ്ഞതുപോലെ തന്നെ ഈ കപ്പൽ റെസ്ക്യൂവിനുള്ള കപ്പലുകൾക്ക് അപകടത്തിൽപ്പെട്ട കപ്പലിനടുത്തേക്ക് എത്താനുള്ള ബുദ്ധിമുട്ടാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി നേവിയും കോസ്റ്റ് ഗാർഡും പറയുന്നത്. കാരണം കപ്പലിൽ ഏത് സമയത്തും പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നുണ്ട്. അത്രയ്ക്ക് അപകടകരമായ ഏതാണ്ട് 9 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്ന കെമിക്കൽസും ഒപ്പം തന്നെ വെള്ളവുമായും ഒപ്പം വായുവുമായും ഒക്കെ കലർന്നാൽ സ്ഫോടനം ഉണ്ടാകാവുന്ന രാസവസ്തുക്കളും ഒക്കെയാണ് ഈ കപ്പലിലെ കണ്ടെയ്നറുകളിലുള്ളത്. കണ്ടെയ്നറുകൾ ഈ സ്ഫോടനം മൂലം തെറിച്ച് കടലിലേക്ക് വീഴുന്നുണ്ട്. കടലിലേക്ക് വീഴുമ്പോൾ രാസവസ്തുക്കളും ഓയിലും അടക്കമുള്ളവ സമുദ്രത്തിൽ വ്യാപിക്കുന്നുണ്ട്. ഇത് തടയുക അത് വളരെ വലിയ ഒരു ദൗത്യം തന്നെയാണ്. കാരണം പാരിസ്ഥിതിക ആഘാതങ്ങൾ അടക്കം ഉണ്ടാക്കാവുന്ന വിഷവസ്തുക്കളടക്കം ഈ കണ്ടെയ്നറുകൾക്കുള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ നെതർലൻഡ് ആസ്ഥാനമായ സ്മിത്ത് സാൽവേജ് എന്ന കപ്പൽ രക്ഷാപ്രവർത്തനത്തിനായി എത്തിയിട്ടുണ്ട്. ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്മിത്ത് സാൽവേജ് എന്ന കപ്പൽ ഈ അപകട മേഖലയിലേക്ക് തിരിച്ചിട്ടുള്ളത്. കടലിൽ വീണ എണ്ണയും മറ്റ് രാസവസ്തുക്കളും അടക്കം വ്യാപിപ്പിക്കുന്നത് തടയുക, അത് നിയന്ത്രണത്തിലാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം. അത് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കാണാതായ 4 ജീവനക്കാരെ കണ്ടെത്തുക എന്നതും ശ്രമകരമായി തന്നെ ആ ഒരു വെല്ലുവിളിയും ഏറ്റെടുത്തുകൊണ്ടാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നത്. കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും ഒക്കെ കപ്പലുകൾ അവിടെയുണ്ട്. കൊച്ചിയിൽ നിന്ന് ഡോണിയർ വിമാനങ്ങളടക്കം നിരീക്ഷണം നടത്തുന്നുണ്ട്. ഈ കടലിലേക്ക് ചാടിയ ജീവനക്കാർക്ക് ഏതെങ്കിലും രീതിയിൽ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർ എവിടെയെങ്കിലും ലൈഫ് ജാക്കറ്റ് അടക്കം ഉണ്ടായിരുന്നു, അവർ എവിടെയെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഡോണിയർ വിമാനങ്ങൾ നിരീക്ഷണം നടത്തുന്നുണ്ട്. റെസ്ക്യൂവിന് പോയ കപ്പലുകൾക്ക് ഒന്നും തന്നെ ഈ പൊട്ടിത്തെറിയുണ്ടായ കപ്പലിനടുത്തേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡും നേവിയും ഒക്കെ നേരിടുന്ന വലിയ വെല്ലുവിളി. രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമായി മാറിയിരിക്കുന്നു. ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത്, മൺസൂൺ ആണെങ്കിൽ പോലും ഇന്നലെ വളരെ നല്ലൊരു കാലാവസ്ഥ ഈ അപകടമുണ്ടായ ഭാഗത്തുണ്ടായിരുന്നു. എങ്കിൽ പോലും ക്യാപ്റ്റൻ അടക്കമുള്ള ആളുകൾ കപ്പലിൽ നിന്ന് ഇറങ്ങിയതോടുകൂടി തന്നെ കപ്പലിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഒഴുകി നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ ഒരു സാഹചര്യം, തിരകളുടെയൊക്കെ ശക്തി കുറവായതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിന് അയവ് വന്നിട്ടുണ്ട് എന്നാണ് കോസ്റ്റ് ഗാർഡിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കപ്പൽ നിയന്ത്രണം വിട്ടാൽ പോലും വലിയ രീതിയിലൊന്നും ഒഴുകി നടക്കുന്നില്ല. മാത്രമല്ല കപ്പലിലെ കണ്ടെയ്നറുകൾ ഏത് സമയവും പൊട്ടിത്തെറിച്ചേക്കാം. അതുകൊണ്ട് ഈ റെസ്ക്യൂവിന് പോകുന്ന നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും ഒന്നും കപ്പലുകൾക്ക് ഈ ഭാഗത്തേക്ക് അടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. കൂടുതൽ കണ്ടെയ്നറുകൾ, ഏതാണ്ട് 650ഓളം കണ്ടെയ്നറുകൾ ഷിപ്പിലുണ്ടായിരുന്നു. അതിൽ 20 കടലിൽ പൊട്ടിത്തെറിച്ച് വീണു എന്ന് പറയുമ്പോൾ പോലും ഇത് കൃത്യമായ കണക്കല്ല. ഇതിൽ ഏത് തരത്തിലുള്ള രാസവസ്തുക്കളുണ്ട്, വിഷാംശമുള്ള വസ്തുക്കളുണ്ട് എന്നൊക്കെ കൃത്യമായ വിവരം നൽകണമെങ്കിൽ അത് കപ്പൽ കമ്പനിക്ക് മാത്രമേ ആ വിവരങ്ങൾ നൽകാൻ കഴിയുകയുള്ളൂ. കൃത്യമായ ആ വിവരങ്ങളൊന്നും തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല. ഇന്നലത്തെ കപ്പൽ അപകടത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് എൽസ 3 എന്ന കപ്പൽ അറബിക്കടലിൽ ഈ രീതിയിൽ തന്നെ അപകടത്തിൽ പെട്ടപ്പോൾ പോലും അതിലുണ്ടായിരുന്നതിനേക്കാൾ മാരകമായ സ്ഫോടന ശേഷിയുള്ള അല്ലെങ്കിൽ അപകടകരമായ വസ്തുക്കളാണ് ഇന്നലെ മുങ്ങിയ കപ്പലിലുണ്ടായിരുന്നത്. എന്തായാലും ഇത്തരത്തിൽ കടലിലേക്ക് കണ്ടെയ്നറുകൾ വീണ്
കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം ഒഴിവാക്കുക എന്നതും കോസ്റ്റ് ഗാർഡിനെയും നേവിയെയും സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ള പല ഘട്ടങ്ങളായി രക്ഷാ ദൗത്യത്തെ തിരിച്ച് ആണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ 4 ജീവനക്കാരെ കണ്ടെത്തുക എന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ള രീതിയിലും രക്ഷാപ്രവർത്തനങ്ങൾ അനഘ കൂടി ഒപ്പം ചേരുന്നുണ്ട്. അനഘ രാവിലെ തത്സമയം റിപ്പോർട്ട് ചെയ്യുമ്പോൾ 2 കപ്പലുകൾ തീരത്തോടടുക്കുന്നുണ്ടായിരുന്നു. ഈ രക്ഷാപ്രവർത്തന മേഖലയിൽ നിന്ന് വന്നതാണ് ആ കപ്പലുകളെങ്കിൽ അവർ പറയുന്നത് എന്താണ്? നമുക്ക് അവരുമായി കൃത്യമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പോർട്ട് ഓഫീസറുമായി സംസാരിച്ച സമയത്ത് കൃത്യമായി പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടവരോട് സംസാരിച്ചതിന് ശേഷം ഒരു വിശദീകരണം നൽകാമെന്നാണ് പോർട്ട് ഓഫീസർ, അതായത് ബേപ്പൂർ പോർട്ട് ഓഫീസർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരം, ഈ കപ്പലിലെ അപകടകരമായ വസ്തുക്കളുടെ കാർഗോ മാനിഫെസ്റ്റ് ഔദ്യോഗികമായി ഈ കപ്പൽ കമ്പനി പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഈ കപ്പലിലെ 650-ലധികം ഈ കണ്ടെയ്നറുകളുണ്ട്. ഈ കണ്ടെയ്നറുകൾക്ക് അകത്ത് എന്താണ് ഉള്ളത് എന്നതിനെ കുറിച്ച് തയ്യാറാക്കിയിട്ടുള്ള ഔദ്യോഗികമായി തയ്യാറാക്കിയിട്ടുള്ള ഒരു അതായത് കാർഗോ മാനിഫെസ്റ്റ് ആണ് ഇപ്പോൾ കമ്പനി തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ കൃത്യമായി എന്താണ് ഓരോ കണ്ടെയ്നറുകളിലും ഉള്ളത് എന്താണ് എന്ന കാര്യം കൃത്യമായി പുറത്തു വരും എന്നതാണ് വസ്തുത. അതായത് നേരത്തെ തന്നെ ഈ കപ്പലിനകത്ത് ആസിഡ് ഉണ്ട്, ആൽക്കഹോൾ ഉണ്ട്, അതുപോലെ തന്നെ ടർപ്പന്റൈൻ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദ്രാവക രൂപത്തിലുള്ള എളുപ്പം തീപിടിക്കുന്ന വസ്തുക്കൾ ഈ കപ്പലിലുണ്ട് എന്ന് പുറത്തു വന്നിരുന്നു. പക്ഷേ അതിലൊക്കെ തന്നെ കൃത്യമായി ഔദ്യോഗികമായ ഒരു വിശദീകരണമാണ് ഇപ്പോൾ തീപിടിച്ച കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട നാവികരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടും. കപ്പൽ പൂർണ്ണമായി കത്തി നശിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു നിഷ ദിലീപും അനഘയും.